കുറച്ച് പൂക്കൾ കൊണ്ടുവരൂ. അയ്യോ ഇനിയിപ്പോ പൂവിടുന്ന വിട്ടാനാ? ഈ പരിസരത്തുള്ളതൊക്കെ എടുത്തു എന്ന് പറഞ്ഞാ പറ്റൂ? സാരമില്ല, മാവിന്റെ ഇലയാലും മതി. മുണ്ടരുത്. ചാങ്കായി ഹോങ്കോങ്. നാണിയമ്മ, എനിക്ക് പേടിയായിട്ട് വയ്യ. ഇപ്പൊ ബാലേട്ടനെങ്ങാനും കേറി വന്നാലോ? ഇയാളുടെ തൊട്ട് കഴിയണില്ലല്ലോ. അതെ, ഈ കുബേരസഞ്ചി വാസ്തുപൂജയില് ഇത്രയും മിടുക്കനായിട്ടുള്ള ഒരു പൂജാരി തങ്കപ്പ സാങ്കായിയെ പോലെ വേറെ ആരുമില്ല. എന്താ? ചാങ്കായി ഹോങ്കോങ് സ്വാഹ, ചാങ്കായി ഹോങ്കോങ് സ്വാഹ. മണിമ പിടിച്ച കളിച്ചില്ല മോനെ, ഇങ്ങോട്ടോട്ടാ. പൂജ കഴിഞ്ഞു, ഇത്രയൊക്കെ മതി. കുബേരസഞ്ചിയായ ഈ സമ്പദ്വർദ്ധന സഞ്ചി തൽക്കാലം വീടിന്റെ തെക്കേ മൂലയിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുക. എന്നിട്ട് മാസാമാസം കിട്ടുന്ന ശമ്പളത്തിന്റെ ഒരു വിഹിതം അതിൽ നിക്ഷേപിക്കുക. 6 മാസം കൂടുമ്പോൾ ഞാൻ തന്നെ ഇവിടെ വന്നത് വാങ്ങി കൈലാസത്തിന്റെ താഴ്വരയിലുള്ള കുബേരസ്വാമി കോവിലിൽ കാണിക്കയായി സമർപ്പിക്കും. കുബേരേശ്വര രക്ഷിക്കണേ. ഈ അഡ്വാൻസ് ദക്ഷിണ സ്വീകരിച്ചതോടെ കുബേര ഭഗവാൻ നിങ്ങളിൽ അനുഗ്രഹവർഷം ചൊരിഞ്ഞു കഴിഞ്ഞു. ഇനി എല്ലാവരും കുബേരാസനത്തിൽ ഇതുപോലെ നിൽക്കുക. സൂറ നിക്കണില്ലേ? നമ്മളീ പൂജയിലില്ലാത്തതാ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. കുറച്ചു ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നാം കാണുന്നു. എന്നാലും വീടിന്റെ പണി കഴിയും. പക്ഷിയൊരു നീചകുടിയൻ എനിക്ക് പിടിതരാതെ ഇവിടെ എവിടെയോ അലഞ്ഞ നടപ്പുണ്ട്. ഷാങ്കായ് ഹോങ്കോങ് സ്വാഹ. ഞാൻ നിന്റെ തലക്കൊന്ന് തരും മന്ദേ. എന്താണിത്? സിനിമാറ്റിക് ഡാൻസോ? ഇയാളാരാ? ഞാനാരാണെന്നോ? പൂജയ്ക്ക് വിഘ്നം വരുത്താതെ മാറി നിൽക്ക്. അയ്യോ ബാലേട്ടാ, ഇത് കുബേർ സഞ്ചി വാസ്തുപൂജയാ. നിങ്ങളുടെ വീടിന്റെ പണി പെട്ടെന്ന് തീരാൻ. ആഹാ, എന്നാ പിന്നെ ഈ സ്വാമിയെ കൊണ്ട് തന്നെ പാലുകാച്ചും അങ്ങ് നടത്താം. എടോ സഞ്ചി സ്വാമി, ആരെങ്കിലും വന്നേ. തന്റെ പേരെന്താന്നാ പറഞ്ഞത്? ഹോങ്കോങ്ങിൽ ഞാൻ തങ്കപ്പ ഷാങ്കായ് എന്നാണ് അറിയപ്പെടുന്നത്. ഓഹോ, എന്നാ ഷാങ്കായി സഞ്ചിക്ക് ഇവിടുന്ന് എത്ര രൂപ വാങ്ങിച്ചു? വെറും തുച്ഛമായ 2001 rupees ഓൺലി. സഞ്ചിയുടെ വില മാത്രം. പൈസ എടുക്കേ. അങ്ങനെ പറയരുത്. വൻ സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയിലെ ഓരോ കുടുംബത്തിനും എന്റെ സഞ്ചി ഒരു ആശ്വാസമാണ്. എന്ത് കാണിക്കണേ? ഈശ്വര, എനിക്ക് പേടിയായിട്ട് വയ്യ. എന്താണ് ആവുണ്ടാവുമോ? പേടിക്കാനൊന്നുമില്ല. സഞ്ചിസ്വാമിക്ക് വീടിന്റെ കന്നിമൂല കാണിച്ചു കൊടുക്കാനാവും. ഇത് ഭദ്രമായി വെച്ചോ, ഞാനൊന്ന് പോയി നോക്കിട്ട് വരാം. കവളപ്പാറയില എന്റെ വീട്. ആശാരി തങ്കപ്പെന്ന് ചോദിച്ചാരും കാണിച്ചു തരും. നിന്റെ ഈ സഞ്ചി ഉണ്ടല്ലോ, കൊഴപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അതെ കുട്ടി, ഞാൻ അങ്ങോട്ട് പോവാണ്. ബാലിനോട് പറഞ്ഞാ മതി. ഇതൊക്കെ ഏർപ്പാടാക്കി തന്നത് ഞാനാന്ന് ബാലിനോട് പറയണ്ട. ഒന്നും ഉണ്ടായിട്ടില്ല. പോയിട്ട് വരാം. കയ്യിൽ 5 പൈസ ഇല്ലാത്ത നേരത്തെ ഒരേ കോമാളികള്. ഇനി മേലാൽ ഈ വേഷം കെട്ടുമായിട്ട് എന്റെ വീട്ടുമുറ്റത്ത് വന്നാലുണ്ടല്ലോ അതിനെ മുട്ടുകളി ഞാൻ തന്നെ പിടിക്കും. ഈ വിഗിന്റെ പാടേക്ക് കുറച്ച് കാച്ചി. നിനക്ക് വിഗ് മോളെ നീച്ച കുടിക്കാൻ പുറത്തല്ലോ.